മൂന്ന് സ്റ്റെപ്പിൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവന ചോദ്യങ്ങളുടെ ഉത്തരം എങ്ങനെ കണ്ടെത്താനുള്ളത്. നമ്മൾ ടോപ്പ് റാങ്കിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെയുള്ള ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് നിങ്ങൾ ഇതിൽ ഉപയോഗിക്കണം. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങൾ ഉപയോഗിക്കണം. ഇതാണ് ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്. ഇതുവഴിയാണ് ഭൂരിഭാഗം എക്സാമുകൾ സിവിൽ സർവീസ് ഫിലിംസ് ആകട്ടെ, KS ഫിലിംസ് ആകട്ടെ, ഇപ്പോൾ കേരള PSCയുടെ പുതിയ പാറ്റേണുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നിങ്ങൾ യാതൊരു സംഖ്യ വിവരങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇനി ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങൾ എത്ര SIRT NCERT കാണാതെ പഠിച്ചാലും ഇത് കിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ട് ഒരിക്കലും ഒരു എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങളെ എങ്ങനെ 3 സ്റ്റെപ്പിൽ ഉത്തരം കണ്ടെത്താം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക് പറയാനാണ്. ഇത് നമ്മൾ വളരെയധികം വിദ്യാർത്ഥികൾ സിവിൽ സർവീസിൽ, അതുപോലെ KS ഫിലിംസിൽ, ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ ഈ എക്സാമുകൾ മാത്രമല്ല, ഈ വന്ന സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം ആ ലിസ്റ്റിൽ കടന്നുകൂടാനും, അതുപോലെ SI ലിസ്റ്റിൽ കടന്നുകൂടാനും, അസിസ്റ്റന്റ് ഡയറക്ടർ, ഇങ്ങനെ കുറേയധികം എക്സാമുകളിൽ ഞാൻ തന്നെ ഉപയോഗിച്ചതും അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഉപയോഗിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടെക്നിക്കാണ് ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ്. ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ 3 സ്റ്റെപ്പിൽ, വെറും 3 സ്റ്റെപ്പിൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവന ചോദ്യങ്ങളുടെ ഉത്തരം എങ്ങനെ കണ്ടെത്താനുള്ളത്. ഇവിടെ നമ്മൾ 3 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഈ ചോദ്യത്തിൽ ഒരു കീവേഡ് ഉണ്ടാവും. ആ കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യം ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും വർണ്ണിക്കുന്നത്. അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യമാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ശരിയായതേത്, ശരിയല്ലാത്തതേത്, ബന്ധമുള്ളതേത്, ബന്ധമില്ലാത്തതേത് എന്ന് പറഞ്ഞ കാര്യം, അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. മൂന്നാമത്തെ കാര്യമാണ് ഓപ്ഷൻ എലിമിനേഷൻ. എങ്ങനെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. തീർച്ചയായിട്ടും നമുക്കിത് എടുത്തു നോക്കി ചെയ്യാം. ഇത് നമുക്ക് എടുക്കാൻ പോകുന്ന കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞ ഒരു പരീക്ഷയാണ് 5th സ്റ്റേജ്, 10th പ്രിലിംസിൻ്റെ 5th സ്റ്റേജ്. 2022 ജൂൺ ജൂലൈ മാസങ്ങൾ നടന്ന 10th പ്രിലിംസിൻ്റെ 5th സ്റ്റേജാണ്. ഓക്കെ, നമുക്കിവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താമെന്നുള്ളത്. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ ഇച്ചിരി വളരെ പതുക്കെയാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം എടുത്ത് ഇത് വേണമെങ്കിൽ സ്പീഡിലായിട്ട് നിങ്ങൾക്ക് കാണാം. എന്നാൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ വളരെ പതുക്കെയാണ് ഇത് വിവരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പാണ് പറഞ്ഞത്. 3 സ്റ്റെപ്സാണ്. 1 കീവേഡ്, 2 ക്വസ്റ്റ്യൻ ടാഗ്, 3 ഓപ്ഷൻ എലിമിനേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചോദ്യം നമ്മൾ എടുത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തതേത്? അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കീവേഡാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടി. അപ്പോൾ ഏതിനെയാണ് വർണ്ണിക്കുന്നത്? സാഗർ പരികർമ്മ എന്ന പരിപാടിയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കീവേഡ് ഏതാണ്? സാഗർ പരികർമ്മയാണ് കീവേഡ്. ഓക്കെ, അപ്പോൾ അതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. സാഗർ പരികർമ്മ എന്നുള്ള, കാരണം അതിനെയാണ് വർണ്ണിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് സാഗർ പരികർമ്മ എന്ന പരിപാടിയെ ബന്ധമില്ലാത്തത്, ഈ ഒരു കാര്യത്തെ വർണ്ണിക്കുന്നുള്ളതുകൊണ്ട് സാഗർ പരികർമ്മയാണ് കീവേഡ്. അപ്പോൾ ഇതൊരു എളുപ്പമുള്ള കാര്യമല്ലേ, ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലോ. കീവേഡ് എന്നൊക്കെ ഞാൻ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വേണമെന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് റൗണ്ട് ചെയ്താൽ മതി, ഇങ്ങനെ എഴുതുമൊന്നും വേണ്ട. കാരണം നമുക്ക് സമയം കുറവാണ്. പെട്ടെന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് 1-2 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കീവേഡ് ക്വസ്റ്റ്യൻ ടാഗ് ഒന്നും എഴുതേണ്ടതില്ല, പെട്ടെന്ന് പടപടയെന്ന് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ്. ബന്ധമില്ലാത്തത്, അതാണ് ഇവിടെ രണ്ടാമത്തെ. ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ബന്ധമില്ലാത്തത് എന്ന് വെച്ചാൽ ബന്ധമുള്ളത് ആൻസറിൽ വരാൻ പാടില്ല. ബന്ധമില്ലാത്തത് എന്ന് വെച്ചാൽ തെറ്റായത് കാണിക്കണം. തെറ്റാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഈ സാഗർ പരികർമ്മയായിട്ട് അതിന് വിരുദ്ധമായിട്ടുള്ളത്. ഓക്കെ, അതുമായിട്ട് ബന്ധമില്ലാത്തത്, അതുമായിട്ട് ശരിയല്ലാത്തത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ബന്ധമുള്ളത്, ബന്ധമില്ലാത്തത്, ശരിയായത്, ശരിയല്ലാത്തത് എന്നൊക്കെ പറയുമ്പോൾ കുറേ ആളുകൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങൾ തെറ്റിപ്പോകാനുള്ള പ്രധാന കാരണങ്ങളൊന്നാണ്. ഓക്കെ, ഇത് ബന്ധമുള്ളതല്ല കണ്ടുപിടിക്കാം, ബന്ധമില്ലാത്തതാണ്. ഇനി ഓപ്ഷൻ എലിമിനേഷനിലേക്ക് വരാം. ആദ്യത്തെ ഓപ്ഷൻ എടുത്ത് നോക്കുക, സ്വച്ഛ് ഭാരത് അഭിയാൻ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോഗ്രാമിനെ കുറിച്ചോ ഈ ഒരു ചോദ്യത്തെക്കുറിച്ചോ നമുക്ക് യാതൊരു അറിവും ഒരു മുന്നറിവുമില്ല. എന്നാൽ നമ്മൾ PSCക്ക് പഠിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇതും വായിച്ച് കുറേ നോട്ട്സ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ട് ഒരിക്കലും ഒരു എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റില്ല.
100 ചോദ്യങ്ങളുള്ള ഒരു എക്സാം ആണെങ്കിൽ, 100 ക്വസ്റ്റ്യൻസുള്ള എക്സാം ആണെങ്കിൽ അത് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 50 ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ബാക്കി പക്ഷേ നമ്മൾ 100ൽ 50 ചോദ്യം ചെയ്തു, അപ്പോൾ നമുക്ക് 50 മാർക്ക് കിട്ടുമോ? ഇല്ല, നമ്മൾ വളരെ ഉറപ്പിച്ച് ചെയ്യുന്ന ഒരു 50 എണ്ണത്തിൽ തന്നെ 10 എണ്ണമൊക്കെ തെറ്റായിരിക്കും. അപ്പോൾ 100ൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ ഉറപ്പിച്ച് വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ 100ൽ നമുക്കൊരു 40-45 മാർക്ക് കിട്ടുള്ളൂ. എന്നാൽ നമുക്കറിയാം ഇപ്പോഴത്തെ PSCയുടെ കട്ട് ഓഫ് അനുസരിച്ച് ഒരു 60-70 മാർക്കിൻ്റെ മുകളിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യമില്ല, നമ്മൾ ക്ലിയർ ആകത്തില്ല. നമ്മൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലോ മറ്റേതിന് താഴെ വന്നിട്ട് കാര്യമില്ല, നമുക്ക് ടോപ്പ് റാങ്ക് വരണം, എന്നാൽ മാത്രമേ പെട്ടെന്ന് ജോലി കിട്ടുള്ളൂ. നിങ്ങൾക്ക് 1-2 കൊല്ലത്തിൽ ജോലി കിട്ടണം. അങ്ങനെയെങ്കിൽ ഈ ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് അല്ലാണ്ട് മറ്റൊരു വഴിയേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ചോദ്യം ചെയ്യുമ്പം ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോളജ്, നമ്മൾ പത്രം വായിച്ച് കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ക്ലാസ് എടുത്തുള്ള ഒരു വിവരം, നമ്മുടെ കണ്ടന്റിൽ നിന്നോ ക്ലാസ്സിലുള്ള വിവരം അല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് ഞാൻ ഈ ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഇവിടെ പറഞ്ഞത് ഞാനിവിടെ വളരെ പതുക്കെയാണ് ചെയ്യുന്നത്, വേണ്ടവർക്ക് പെട്ടെന്ന് സ്പീഡ് ചെയ്ത് പോവാം. സാഗർ പരിക്രമ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യ ഓപ്ഷൻ നോക്കാം നമുക്ക്. ഒന്നാമത്തെ ഓപ്ഷൻ വേണം സ്വച്ഛ് ഭാരത് അഭിയാൻ. അപ്പം നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഈ കീവേഡിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കണം. കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? സാഗർ പരിക്രമയാണ്. അപ്പോൾ സാഗർ പരിക്രമ എന്നുള്ള കീവേഡ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും സാഗർ പരിക്രമ? സാഗർ എന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് നമുക്ക് ചിന്ത വരുന്നതാണ്, അപ്പോൾ കോഴിക്കോടൊക്കെയാണ് സാഗർ ഹോട്ടൽ എന്നൊക്കെ വിചാരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സാഗർ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കടലാണ്, സമുദ്രം, കടൽ എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തിനെക്കുറിച്ചാണ് വിശേഷിപ്പിക്കുന്നത്? ഒരു കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു പ്രോഗ്രാമാണ് കേന്ദ്ര സർക്കാരിൻ്റെ. എന്താണെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയായിരിക്കും, എന്തായാലും എനിക്കറിയില്ല. കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, അതിനെക്കുറിച്ച് ബന്ധമില്ലാതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷനിലേക്ക് പോയി. സ്വച്ഛ് ഭാരത് അഭിയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണത്? ഈ മോഡി ഗവൺമെൻറ് വന്നതിന് പിന്നെ ആദ്യം മോഡി ഗവൺമെൻറ് സമയത്ത് നടന്ന ഒരു ശുചിത്വ പ്രോഗ്രാമാണ്. എന്നുവെച്ചാൽ നാട് ശുചിത്വമായിട്ട് വെക്കുക, ഓപ്പൺ ഡിഫിക്കേഷൻ ഫ്രീ, ശൗചാലയങ്ങൾ നിർമ്മിക്കുക, ടോയ്ലറ്റ് നിർമ്മിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കമ്പോണൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കടലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, കടലുമായിട്ടൊന്നും ബന്ധമില്ല. കാരണം ഇത് ഈ പറയുന്ന ഓപ്പൺ ഡിഫിക്കേഷൻ അതുപോലെ വൃത്തി കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കോമ്പണൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തത് ഇത് ബന്ധമുള്ളതാണോ ഇല്ലാത്തതാണോ? ബന്ധമില്ലാത്തതാണ്. ഇപ്പോൾ ഒന്നാമത്തെ ബന്ധമില്ലാത്തതായതുകൊണ്ട് തന്നെ അത് എന്തിലുണ്ടായിരിക്കണം? ആൻസറിൽ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആൻസറിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പം ബാക്കി ഓപ്ഷൻസ് വായിക്കുകയല്ല, നേരെ നമ്മൾ ഓപ്ഷൻസിലേക്ക് പോവുകയാണ്. ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞിട്ട് അതിൽ ഒന്നുള്ളത് അതേപോലെ വെക്കണം, ഒന്നില്ലാത്ത നമ്മൾ വെട്ടിക്കളയണം. കാരണം എന്താണ് ബന്ധമില്ലാത്ത ചോദിച്ചത്? അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നെന്താണ്? സ്വച്ഛ് ഭാരത് അഭിയാൻ. അപ്പോൾ എയിൽ നോക്കാം, 1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, 1 മാത്രം. അപ്പോൾ എ ആവാം ആൻസർ. ബിയിൽ 1 ഉണ്ടോ? ബിയിൽ 1 ഇല്ല, അപ്പോൾ ബി വെട്ടി. ഇനി സിയിൽ 1 ഉണ്ടോ? സിയിൽ 1 ഉണ്ട്, അപ്പം സി ആവാം ആൻസർ. ഡിയിൽ 1 ഉണ്ടോ? ഡിയിൽ 1 ഇല്ല, അപ്പോൾ ഡി വെട്ടി. ഇനിയിപ്പോൾ ഇതാണ് ഓപ്ഷൻ എലിമിനേഷൻ നമ്മൾ പറയുന്നത്. ഓപ്ഷൻ എലിമിനേഷൻ ഇപ്പം നമ്മൾ എന്തായി 2 ഓപ്ഷനിലേക്ക് ചുരുങ്ങി, എയിലേക്ക് സിയിലേക്ക് ചുരുങ്ങി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കിയാൽ മതി എയോ സിയോ. എ നോക്കുക, എ 1 മാത്രം, നമുക്കറിയാം, ഏതാണ്ട് അറിയാം 1 ഉണ്ട് എന്നുള്ള അറിയാം. ഇനി സിയിൽ നിന്ന് അറിയാം 1 3 മാത്രം. ഇനിയിപ്പം നോക്കിയാൽ മതി 3 ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കി ഓപ്ഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക വേണ്ട. ഇനി രണ്ടാമത്തെ ഓപ്ഷനും 4ാമത്തെ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് താല്പര്യം വായിച്ചു നോക്കാം, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. 3ാമത്തെ ഓപ്ഷൻ നോക്കാം, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം. നിങ്ങൾ ആലോചിക്കുക, ഞാൻ എന്താണ് പ്രോഗ്രാം പറഞ്ഞത്? കടലുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണ്. കടലുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിക്ക് തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളോട് ഒരു ഐക്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ? അപ്പോൾ ഇതെന്താണ്? ബന്ധമുള്ളതാണ്. ഈ മത്സ്യത്തൊഴിലാളികളുടെ ഐക്യം എന്ന് പറയുന്നത് ബന്ധമുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതെന്താണ്? അത് ആൻസറിൽ വരാൻ പാടില്ല. ബന്ധമുള്ളതായതുകൊണ്ട് ഇത് ആൻസറിൽ വരാൻ പാടില്ല. അപ്പം 3 ഉണ്ടാവാൻ പാടില്ല ആൻസറിൽ. അപ്പോൾ സി തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? എ മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് ആൻസർ കിട്ടിയാൽ മനസ്സിലായോ? പിന്നെ ഇതിലേക്ക് ഞാൻ ഒന്നുകൂടി ഇത് പറയാം, മനസ്സിലാകാത്തവർ വീണ്ടും കാണുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് കിട്ടുക. ഇവിടെ നമ്മൾ ഓപ്ഷൻ 4 എന്തൊന്നും നോക്കിയിട്ടില്ല. ഓപ്ഷൻ 4 എന്തായാലും നമുക്ക് പ്രശ്നമല്ല, ഓപ്ഷൻ 2 എന്തായാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ 2 ഓപ്ഷനോട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. ഇതാണ് ഇൻ്റലിജൻറ്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്. ഇതുവഴിയാണ് ഭൂരിഭാഗം എക്സാമ്പിൾ, സിവിൽ സർവീസ് ഫിലിംസ് ആകട്ടെ, KS ഫിലിംസ് ആകട്ടെ, ഇപ്പോൾ കേരള PSCയുടെ പുതിയ പാറ്റേണുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ യാതൊരു സംഖ്യ വിവരങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇനി ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ചോദ്യങ്ങൾ എത്ര SIRT NCERT കാണാതെ പഠിച്ചാലും ഇത് കിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഇറേസ് ചെയ്തുകൊണ്ട് ഞാൻ ഇത് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഇനി മനസ്സിലായവർ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞെന്താണ്, 3 സ്റ്റെപ്പിൽ കൂടെ
ഇൻ്റലിജൻറ്റ് ഓപ്ഷൻ എലിമിനേഷൻ വഴി നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവന ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താം. ഓക്കെ, ഇത് PSCയുടെ പേപ്പർ തന്നെയാണ്. നിങ്ങൾ തന്നെ എടുത്തു നോക്കുക. 0 ഏതാണെന്ന് ഞാൻ പറഞ്ഞത് 076/22 എന്നുള്ളത് കഴിഞ്ഞ 10th പ്രിലിംസിൻ്റെ ചോദ്യപേപ്പറാണ്. വളരെ ടഫ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് 3 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? 3 സ്റ്റെപ്പ്. 1, കീവേഡ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം എന്തിനെക്കുറിച്ചോ വർണ്ണിക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ഏതെന്ന് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ബന്ധമുള്ളത്, ബന്ധമില്ലാത്തത് അതൊന്ന് കണ്ടുപിടിക്കുക വെച്ചാൽ റൗണ്ട് ചെയ്യാന്നേ ഉള്ളൂ. അല്ലാണ്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട അവിടെ ഉണ്ടല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? ഓപ്ഷൻ എലിമിനേഷൻ. അതുവഴി ഉത്തരത്തിലേക്ക് എത്തുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ ചോദ്യം ഒന്നുകൂടെ ചെയ്ത് കാണിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കീവേഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഏതിനെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്? സാഗർ പരികർമ്മ എന്ന പരിപാടിയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കീവേഡ് ഏതാണ്? ഇതാണ് കീവേഡ്. ഓക്കെ, ഇവിടെ എഴുതേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഇനി രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ബന്ധമില്ലാത്തത് അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ബന്ധമില്ലാത്തതെന്ന് പറയുമ്പം തെറ്റായത് ഏതാണ്? തെറ്റ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ശരിയായതല്ല, ബന്ധമില്ലാത്തതാണ് ഉത്തരത്തിൽ വരേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? കീവേഡിനെ കുറിച്ച് കുറച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ സാഗർ പരികർമ്മ എന്ന് പറയുന്നത് ഒരു ഹിന്ദി വേർഡാണ്, നമുക്കറിയില്ല. സാഗർ എന്നുള്ള ഒരു വാക്കിനെ കുറിച്ച് നമുക്കറിയാം. സാഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ എന്നുള്ളതിൻ്റെ ഒരു അല്ലെ സമുദ്രം എന്നുള്ളതിൻ്റെ ഒരു പര്യായമാണ്. സാഗർ, സമുദ്രം, കടൽ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെന്താണ്? ഇത് കടലിനെ കുറിച്ച് വർണ്ണിക്കുന്ന അല്ലെ കടലിനെ കുറിച്ചുള്ള ഒരു പരിപാടിയാണ്. പരികർമ്മ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കും അറിയില്ല. അപ്പോൾ ഇത് കടലിനെ കുറിച്ചുള്ള ഒരു പരിപാടിയാണ്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ബന്ധമില്ലാതെ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിലേക്ക് വരിക, സ്വച്ഛ് ഭാരത് അഭിയാൻ. സ്വച്ഛ് ഭാരത് അഭിയാൻ നമുക്കറിയുന്ന പോലെ ഒരു ശുചിത്വ ക്യാമ്പയിനാണ്. അതുപോലെ ടോയ്ലറ്റുകൾ മറ്റും നിർമ്മിക്കുന്ന ഓപ്പൺ ഡിഫിക്കേഷൻ ഫ്രീ ആയിട്ട് മാറ്റുന്ന ഒരു ക്യാമ്പയിനാണ്. അപ്പോൾ ഇതിന് കടലുമായിട്ട് ബന്ധമുണ്ടോ? കടലുമായിട്ട് യാതൊരു ബന്ധമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? ഇത് ഉത്തരത്തിൽ വരണം. കാരണം എന്താണ്? ബന്ധമില്ലാതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉത്തരത്തിൽ വരണം. ഒന്ന് ഉത്തരത്തിൽ വരണം എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഇനി ഓപ്ഷൻസിലേക്ക് മറ്റ് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുന്നതിന് മുന്നേ, മറ്റ് പ്രസ്ഥാനം വായിക്കുന്നതിന് മുന്നേ ആദ്യം സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണം. എല്ലാം വായിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ ഒന്നെന്നുള്ള എന്ത് കണ്ടുപിടിച്ചു? ഇത് ബന്ധമില്ലാത്തതാണ്. അപ്പോൾ എന്തായാലും എന്തുണ്ടായിരിക്കണം? ഓപ്ഷൻ ഉണ്ടായിരിക്കണം. എയിൽ ഒന്നുണ്ടോ? എയിൽ ഒന്നുണ്ട്, ഇതാവാ ആൻസർ. ബിയിൽ ഒന്നുണ്ടോ? ബിയിൽ ഒന്നില്ല, അപ്പം എന്തായി? അത് വെട്ടി. സിയിൽ ഒന്നുണ്ടോ? സിയിൽ ഒന്നുണ്ട്, ഇത് കണ്ടോ? സി ആയിരിക്കാം ആൻസർ. ഡിയിൽ ഒന്നുണ്ടോ? ഡിയിൽ ഒന്നില്ല, അപ്പം ഡി വെട്ടി. ഇപ്പം ഏതായാലും ഇതാണ് ഓപ്ഷൻ എലിമിനേഷൻ. ഇനി ആൻസർ ഏതാവാം? എയോ സിയോ ആവാം. അപ്പം എ നോക്കുക 1 മാത്രം, സി നോക്കുക 1, 3 മാത്രം. ഇനിയിപ്പോൾ 2, 4 ഒക്കെ വായിക്കണോ? വേണ്ട, കാരണം ഇനി 3ന്റെ കാര്യത്തിൽ തീരുമാനമായാൽ മതി, ആൻസറിലേക്ക് എത്തി. ഇനി 3 നോക്കുക, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം. എല്ലാ മത്സ്യത്തൊഴിലാളികളും കടലുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണ്. സാഗർ കടലുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയാണ്. അതിലെന്താണ്? മത്സ്യത്തൊഴിലാളികളുടെ ഐക്യം ഉണ്ടാവും. അപ്പോൾ നിർബന്ധമാണ് മത്സ്യത്തൊഴിലാളി ഐക്യം ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ഇത് ഈ ഒരു സാഗറുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇത് ഉത്തരത്തിൽ വരാൻ പാടുണ്ടോ? ഇല്ല, ബന്ധമുള്ളത് കൊണ്ട് ഇത് വരാൻ പാടില്ല. അതുകൊണ്ട് എന്താണ്? 3 ഇല്ലാത്തതായിരിക്കണം. 3 ഇല്ലാതാകുമ്പോൾ സി വെട്ടി. നമ്മുടെ ആൻസർ ഏതായിരിക്കും? എ ആയിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആൻസർ കീയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് 076/2022. 1ന്റെ ആൻസർ ഏതാണ്? എ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ 1ന്റെ ആൻസർ ഇവിടെ വന്നതാണ് എ ആണ്. എ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 100 ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചിട്ട് പോയാലും ഒരു 50 എണ്ണം മാക്സിമം കാണാം. ഈ 50 എണ്ണം പോയി ചെയ്തിട്ട് വന്നിട്ട്, പ്രത്യേകിച്ച് നമ്മൾ വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനോ അല്ലെങ്കിൽ SIക്കോ ഇത് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആകില്ല. കാരണം എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം പോലും ഒരു പ്രിലിംസ് കട്ട് ഓഫ് എത്രയാണ് വന്നത്? SIക്ക് 48. അത് പെട്ടെന്ന് ഒരു ഔചാരിതമായിട്ടുള്ളൊരു മാറ്റമാണ് സ്റ്റേറ്റ്മെന്റ് ബേസിലേക്ക്. എന്നിട്ട് തന്നെ 48 വന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം എല്ലാവരും ഇവിടെ പ്രിപ്പയർഡ് ആയിട്ടാണ് പോവുക. അപ്പോൾ എന്തായാലും കട്ട് ഓഫ് ഉള്ളൊരു 50 മാർക്കൊക്കെ എന്തായാലും സുഖമായിട്ടും ഡിഗ്രി പ്രിലിംസിന് 50 മാർക്ക് കട്ട് ഓഫ് ഉള്ള ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ 50 മാർക്ക് ആണ് കട്ട് ഓഫ് എങ്കിൽ നിങ്ങൾ ശരിക്കും പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കേ കിട്ടുള്ളൂ? 100ൽ 50 മാർക്ക്. കാരണം ഒരു ചോദ്യത്തിന് 1 മാർക്കല്ലേ, 50 മാർക്ക് കിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ ഈ കട്ട് ഓഫ് ചാടി കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നിങ്ങൾ ആദ്യത്തെ ഒരു റൗണ്ടിൽ നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾ മാത്രം ചെയ്തു, 50 മാർക്ക് കിട്ടി. ഇനി നിങ്ങൾക്കൊരു 20-30 മാർക്ക് അധികം പിടിക്കണം. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ഇൻ്റലിജൻ്റ് ആയിട്ട് ഗസ്സിങ്, അല്ലെങ്കിൽ വെറും ഇൻ്റലിജൻറ്റ് ഓപ്ഷൻ എലിമിനേഷൻ, വെറുതെ ഇങ്ങനെ കാർഡ് കയറി ഗസ് അടിക്കുകയല്ല. ഓക്കെ, കറക്കിക്കുത്തല്ല ഇത് കറക്കിക്കുത്തെന്ന് പറയാൻ പറ്റില്ല.
ഇതിനാണ് ഇൻ്റലിജൻറ്റ് ഓപ്ഷൻ എലിമിനേഷൻ അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ഗസ്സിംഗ് എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് ആൻസറിലേക്ക് എത്താം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു 50ൽ ഒരു 20-30 മാർക്ക് അധികം കിട്ടുകയും അങ്ങനെ പ്രിലിംസ് മാത്രമല്ല മെയിൻസും ചാടിക്കടന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ജോലിയിൽ ഉന്നത റാങ്കിലേക്ക് എത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ച മാത്രം ചെയ്തിട്ട് വന്നു, നമ്മൾ ലിസ്റ്റിൽ ഏതെങ്കിലും താഴെ എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മൾ ടോപ്പ് റാങ്കിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെയുള്ള ഇൻ്റലിജൻറ്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് നിങ്ങൾ ഇതിൽ ഉപയോഗിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ചോദ്യങ്ങൾ ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ചോദ്യങ്ങൾ ഒരു നഷ്ടമല്ല. ഇത് പഠിക്കാണ്ട് പോയാലും പഠിക്കാൻ പൂർണ്ണമായിട്ട് പഠിക്കണം. ഇതിനെക്കുറിച്ച് മിനിമം ബോധ്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു ചോദ്യം സാഗർ പരിക്രമയെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടാണോ? അല്ല. സാഗർ എന്നുള്ളത് നമുക്കറിയാം, കടൽ. സ്വച്ഛ ഭാരതിനെ കുറിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ബുദ്ധി വെച്ച് അനലൈസ് ചെയ്ത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തി. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ ഇതിൽ ഉത്തരം കണ്ടെത്താനുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രോഗ്രാം PSC ടോക്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ രാവിലെ 4:30 മുതൽ 6 മണി വരെ ഇങ്ങനൊരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വളരെ ലൈവായിട്ട് സൂം മീറ്റിങ്ങിൽ ലൈവായിട്ട് ഞാൻ തന്നെ നേരിട്ട് വന്ന്, ഞാൻ മാത്രമല്ല PSC ടോക്സിലെ മറ്റ് അധ്യാപകർ, അതുപോലെ നമ്മൾ ലീഡ് IAS ആയിട്ട് സഹകരിക്കുന്നുണ്ട്. അവിടെയുള്ള എക്സാം സ്ട്രാറ്റജിസ്റ്റുകൾ. കാരണം വെച്ചാൽ ലീഡ് IAS ഇന്ന് കേരളത്തിലെ നമ്പർ 1 സിവിൽ സർവീസ് അക്കാഡമിയാണ്. അവിടെയുള്ള അധ്യാപകരും വന്ന് വളരെ വിദഗ്ധമായിട്ട്, പ്രത്യേകിച്ച് ഈ യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ SI എക്സാമുകൾ എങ്ങനെ ഈ ഒരു ഓപ്ഷൻ എലിമിനേഷൻ വഴി വളരെ സിമ്പിളായിട്ട് എങ്ങനെ സ്ട്രാറ്റജിക്കായിട്ട് ക്ലിയർ ചെയ്യാം എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളതിൽ പങ്കെടുക്കണം. നമ്മളത് ഈ അടുത്ത ദിവസം തന്നെ ആരംഭിക്കും. ഓക്കെ, താങ്ക് യു.